ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നൂഡിൽസിൻ്റെ കവർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ഓഫ് നൂഡിൽസിൻ്റെ കവർ എടുക്കാം. ഇനിയിപ്പോൾ നൂഡിൽസിൻ്റെ കവർ ഇല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൻ്റെയോ എന്തെങ്കിലും കവർ എടുത്തിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കവറിന് ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ കവറാണ്. അപ്പോൾ ഈ രണ്ട് സൈഡുകളും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പോവാണ്. ഓക്കെ, രണ്ട് സൈഡിലും കുറച്ച് തിക്കായിട്ടുള്ള ഭാഗങ്ങളില്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഇതിനെ ഈ ഒരു കവറിനെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെറിയ കവർ വെച്ചിട്ടായാലും ചെയ്യേണ്ടത്. ചെറിയ കവർ വെച്ചിട്ടാകുമ്പോൾ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തുറന്നു കൊടുത്താൽ മതി, എന്നാലാണ് കുറച്ച് നീളത്തിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ കണ്ടോ, ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുക കേട്ടോ. കണ്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കവറിനെ നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഹാഫാക്കി മടക്കുകയാണ്. മടക്കിയിട്ട് ഇതിനെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. കണ്ടോ, അപ്പം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ സ്ട്രിപ്പുകൾ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുക്കുക, ഇതേപോലെ കട്ട് ചെയ്തിട്ട്. എന്നിട്ട് ഈ കാണുന്ന പോലെ മടക്കുക. ഉള്ളിലത്തെ കളറ് പുറത്തോട്ട് വരുന്ന വിധത്തിലാണ് നമ്മൾ മടക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ഇതുപോലെയും കൂടെ ഇതിനെ മടക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, മടക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതേ കണ്ടോ, ഇതേപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. കുറച്ച് നീളത്തിൽ വേണം, എന്നാൽ ഈ കവറ് മൊത്തമായിട്ട് കട്ടായി പോകരുത്. കണ്ടോ, എൻ്റെ ഫിംഗറിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയാം. ഹായ് അനന്തു, ഹായ് നിയ ഫാത്തിമ, ഹായ് ശ്രീലക്ഷ്മി. അപ്പോൾ ഇനി ബാക്കിയുള്ള കൂട്ടുകാർക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ കാണുന്ന പോലെ ഇങ്ങനെ തുറന്ന് വയ്ക്കുക. അതേ കണ്ടോ, അപ്പോൾ ആദ്യം ഫോൾഡ് ചെയ്ത് അതുപോലെയാണ് നമ്മൾ തുറന്ന് വെച്ചിട്ടുള്ളത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ഓഫ് സ്റ്റിക്കായാലും മതി കേട്ടോ. എന്നിട്ട് ഇതിൽ ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ മരത്തുമെന്ന് ഒരു സ്റ്റിക്ക് ഒടിച്ചെടുത്ത് അല്ലെങ്കിൽ ഈർക്കിലി ആയാലും മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു കവറിൻ്റെ സ്റ്റിക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് ഗ്ലൂ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ കവറിനെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, സ്റ്റിക്കുമ്മേ ഇട്ടിട്ട് ആദ്യമേ സ്റ്റിക്ക് അവിടെ ഒട്ടിച്ചു. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡുകളിലും സ്റ്റിക്കിൻ്റെ 2 സൈഡിലും ഇപ്പോൾ ഒരു സൈഡിലിട്ടു. ഇനി അടുത്ത സൈഡിലും കൂടി ഇട്ടിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് നമുക്ക് കുറച്ച് ആവുള്ളൂ. അതിനുശേഷം കുറച്ച് സ്ഥലത്ത് നമ്മൾ ഈ കവറിൻ്റെ മുകളിൽ ഗ്ലൂ ഇട്ടതിന് ശേഷം അതിനെ ഇങ്ങനെ ഒന്ന് പിടിച്ച് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒറ്റ റോളിങ് മതി കേട്ടോ, 1-2 റോളിങ് മതി, ഒരുപാട് വേണ്ട. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഫിക്സായി. അപ്പോൾ അതങ്ങനെ ഫിക്സായി നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും കവർ ഒട്ടുന്ന ഗ്ലൂ ചെയ്താൽ മതി. അതിനുശേഷം ഈ സ്റ്റിക്കിൽ കുറച്ചും കൂടെ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗ്ലൂ ഉള്ളൂ കേട്ടോ, ഫാസ്റ്റിലിട്ട കാരണം ഒരുപാടായിട്ട് തോന്നുകയാണ്. എന്നിട്ട് ഈ ഒരു കാണുന്ന പോലെ നമ്മളിതിങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട്. ഇതിൻ്റെ ഭംഗി വരാൻ പോകുന്ന ലാസ്റ്റ് ഒരു സൂത്രം ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗ്ലൂ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുറ്റുമ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് ചുറ്റാൻ വേണ്ടി ശ്രമിക്കണം, എന്നാൽ മാത്രമാണ് അത് ഭംഗിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അതത്ര ഭംഗിയായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഭാഗം എത്തുമ്പോൾ ഉള്ളിൽ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക, അതേപോലെ പുറത്തും ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം ഒട്ടിക്കാം, എന്നാലാണ് അത് ഒട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, കവർ വിട്ട് പോരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് നന്നായിട്ട് ആ ഒരു സ്റ്റെമ്മിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ടേപ്പ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കുറച്ച് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഗ്രീൻ കളർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ സ്റ്റെം വർക്കും കൂടെ കഴിഞ്ഞിട്ട് ഒരു ഐഡിയയും കൂടെ ചെയ്യണം, എന്നാലാണ് ഭംഗിയാവുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും ഇല്ല അല്ലേ. ഇനി എന്താ ഭംഗിയാക്കാൻ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ ഈ ഫോൾഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം അത് നമ്മൾ കട്ട് ചെയ്ത് തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതേപോലെ എല്ലാ ഫോൾഡിങ്സും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. അപ്പോൾ അതിലാണ് നമുക്ക് ഈ ഒരു യെല്ലോ കളറ് നന്നായിട്ട് എടുത്ത് കാണിക്കാനാണ് നമ്മൾ ആദ്യമേ ഉള്ളിലത്തെ സൈഡ് വെച്ച് റോൾ ചെയ്ത് കൊടുത്തത്.
മറ്റേ സൈഡ് വെച്ചിട്ട് നല്ല സൈഡ് വെച്ച് റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അധികം വൈറ്റ് പീസസാണ് കാണുക, യെല്ലോ അത്ര നന്നായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് വെച്ചിട്ട് റോൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് കളറാണ് കാണേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഫോൾഡിങ്സും നമ്മളിങ്ങനെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വരുള്ളൂ. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും വിട്ടൊന്നും പോരാതിരിക്കാനാണ് നമ്മൾ ഗ്ലൂ ഇട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഗ്ലൂ ഇടാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ വരുന്നുണ്ട്, ഞാനതും ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ഫോൾഡിങ്സും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ കട്ടിങ്സും നമുക്ക് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് മുകളിലോട്ടായി നിൽക്കുക. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ യെല്ലോയും വൈറ്റും കൂടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ കുറച്ചധികം സ്റ്റിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് മൊഞ്ചാക്കി കൊടുക്കാം അല്ലേ. ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൊഞ്ചല്ല, ഒന്നും കൂടെ ഒന്ന് മൊഞ്ചാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രീൻ കളർ ടേപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ടേപ്പ് 2 പ്രാവശ്യം യൂസ് ചെയ്യേണ്ട, ആദ്യമേ ടേപ്പ് ഒട്ടിക്കുമ്പോൾ തന്നെ ഈ ഒരു ലീഫ് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഒരു അല്പം ഗ്ലൂ ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഗ്രീൻ കളറ് ഇത് ആർട്ടിഫിഷ്യൽ ലീവ്സ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ലീഫൊന്നും ഇല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പർ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് ഒരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ ലീഫ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നോക്കൂ, ഇത് കാണാനായിട്ട് നല്ല രസമല്ലേ, ഒരു യെല്ലോ ആൻഡ് വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു ഫ്ലവർ വേസിലോ എന്തിലെങ്കിലും ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ലീവ്സൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.